ശ്രീനാരായണ ഭക്തരായ മഹാജനങ്ങളെ, നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇവരെ ആരും ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ഗുരു ഒരു പരമാണുവിൽ നിന്ന് തുടങ്ങി ഈ അണ്ഡകടാഹത്തിൻ്റെ അനന്തതയിൽ കൂടി പരബ്രഹ്മത്തിൽ പരമാത്മാവിൽ ലയിക്കുന്ന ഒരു സ്നേഹത്തെ, ഒരു ചൈതന്യത്തെ കുറിച്ചാണ് തൻ്റെ എല്ലാ കവിതകളിലും ഉപദേശങ്ങളിലും പ്രകീർത്തിച്ചിരുന്നത്. ഗുരുവിനെ ആരും തന്നെ, ഒരു പ്രത്യേകിച്ചും ഈ സഭയിൽ ഇന്ന് കൂടിയിരിക്കുന്ന നിങ്ങളിൽ ആരും തന്നെ ഗുരു ഒരു പ്രത്യേക ചെറിയ വിഭാഗത്തിൻ്റെതാണെന്ന് കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി. എന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഗുരുവിൻ്റെ തത്വസംഹിതയെ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് അവരാണ്, അത് നമ്മുടെ കുറ്റമല്ല. ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഗുരുവിൻ്റെ സന്ദേശം സ്നേഹമാണ്, അനുകമ്പയാണ്, അനുതാപമാണ്. ഗുരുവിൻ്റെ അനുകമ്പാദശകം എന്ന കവിത ഒന്നു മാത്രം മതി ഗുരുവിനെ ബുദ്ധദേവന് തുല്യനാക്കാൻ. അങ്ങനെ സ്നേഹത്തെപ്പറ്റിയും അനുകമ്പയെപ്പറ്റിയും പാടിപ്പുകഴ്ത്തിയ ആ മഹാഗുരു അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിത് ഘനമിത് മൗനഘനാബ്ദിയാകും. അങ്ങനെ മൗനഘനാബ്ദിയാകുന്ന ആ പരമാത്മാവിൽ ലയിച്ച ഗുരുദേവൻ, ആ ഗുരുദേവൻ്റെ സ്മരണക്കുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഗുരുദേവ ഭക്തരായ നിങ്ങളുടെ ഓരോ വ്യക്തിയോടും ഞാൻ ആ വിശ്വാസം തുടരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം നിർത്തുകയാണ്. ഇതൊരു വലിയ പ്രസംഗം ചെയ്യാനുള്ള സമയമല്ല. അവസാനമായി ഒരു കുമാരനാശാൻ്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ട്, ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്യൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം, ആരാധ്യനതോർത്തിയിടുക ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തേ, ഗുരു നാരായണമൂർത്തേ. നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. നമസ്കാരം.